കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് മാസ്റ്റർ കുറച്ച് കൂടുന്നു എന്റെ മുന്നാരെ മാമ്പഴം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വിഷയം സ്ത്രീകൾ യൂട്യൂബർമാരായാലുള്ള അവസ്ഥ. എല്ലാ സ്ത്രീകളുമല്ല, കുറച്ച് സ്ത്രീകൾ കാലാകാലമായി പല വീഡിയോസും ഇട്ട് നോക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹോട്ട് ആൻഡ് സ്പൈസി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്ക് ഇട്ട് കൊടുക്കണം. റിച്ച് ഇതാണ് സംഭവം. ഇത് കാലാകാലമായി നടന്നു വരുന്ന സംഭവമല്ല. ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. എന്നെ റീസെൻ്റ്ലി 1, 2, 3, 4, 5 പേര് എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പലരുടെയും ചാനൽ സജസ്റ്റ് ചെയ്തിട്ട് പറയണം, ബ്രോ ഇതൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകൾ കടന്നു പോകുന്നത്. ഇതുപോലെ കുറച്ച് സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ ഹോട്ട് ആൻഡ് സ്പൈസി മിക്സ് ചെയ്യുകയും മെമ്പർഷിപ്പ് ലൈവ് എടുക്കുകയും അങ്ങനത്തെ പല പരിപാടികൾ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെയാണ്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒരു ടീം, ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ല. അങ്ങനെ ഇരിക്കുക, അല്ലാണ്ട് നോർമൽ ലൈവ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. നോർമൽ ലൈവ് വന്നിട്ട് മാന്യമായിട്ടൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതിന് താഴെ വന്നിട്ട് ഓരോരുത്തരും കമന്റ് ചെയ്യും, നീ മെമ്പർഷിപ്പ് അല്ലേ റേറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചും കൊണ്ടും കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ മാന്യമായ വീഡിയോ ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നും. അയ്യോ, നമ്മളെന്ത് അങ്ങനത്തെ വീഡിയോസ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഈ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നവരും പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ഇതേ സാധനം ഫേസ് ചെയ്യേണ്ടി വരും. ഇവള് മറ്റേ ലൈവിലിരിക്കുന്നവളല്ലേ എന്ന്. അപ്പൊ ലൈവിലിരിക്കുന്നവളല്ലേ എന്നുള്ളൊരു കണക്ഷൻ വരുമ്പോൾ മാന്യമായി ലൈവ് ആൾക്കാരെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അതായത് അവള് ലൈവിലിരിക്കുന്ന മെമ്പർഷിപ്പ് ടൈപ്പ് എന്ന് ആൾക്കാർ ചിന്തിക്കും. അതുകൊണ്ട് ഇന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ അടക്കം മോശമായ രീതിയിൽ ഇപ്പൊ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അപരാധത്തരം കാണിക്കുന്ന മെമ്പർഷിപ്പ് പോളികൾ കാരണം. എന്തായാലും നമുക്ക് പുതിയൊരു ചേച്ചി ഇന്ന് പരിചയപ്പെടാം. ചേച്ചി മെമ്പർഷിപ്പിലോട്ടൊന്നും എത്തിയിട്ടില്ല, പക്ഷെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ചേച്ചി ചിലപ്പോൾ മെമ്പർഷിപ്പിലോട്ട് എത്തിയേക്കാം. അതെനിക്ക് അങ്ങനെ തോന്നി. കാരണം 2 വർഷം മുന്നേ ചേച്ചി ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിറക്കുന്നു, ഇഡ്ഡലി വയ്ക്കുന്നു, അടുത്ത് കുക്കിംഗ് ചെയ്യുന്നു, പിന്നെ മറ്റേ തയ്യൽ പരിപാടി, അതൊക്കെയാണ് ചേച്ചി ചെയ്തുകൊണ്ടിരുന്നത് കാലാകാലമായി. ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ചേച്ചി ചെറുതായിട്ടൊരു മസാല ഇട്ട് കൊടുത്തു. അതോടെ ചേച്ചി വൺ റീച്ച്, വേറെ രക്ഷയില്ല. എന്തായാലും 2 വർഷം മുമ്പുള്ള ചേച്ചിയെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മളങ്ങോട്ട് ഉരയ്ക്കണം കേട്ടോ. വൃത്തിയായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങ് ഉരയ്ക്കണം. ഇത് വെച്ച് ഉരയ്ക്കുമ്പോഴുണ്ടല്ലേ ആ മീനിൻ്റെ ഒലമ്പൊക്കെ അങ്ങോട്ട് പോയിരുന്നു. മീൻ മനസ്സിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് ചേച്ചി മീൻ വൃത്തിയാക്കുന്നു, അത് നാട്ടുകാരെ കാണിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഉരയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആരും വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു, നേരെ ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. തേങ്ങയിലേക്ക് അരച്ച വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട സാമ്പാർ. വെള്ളച്ചമ്മന്തി എൻ്റെ ഇളയ മോക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഡ്ഡലിയും വെള്ളച്ചമ്മന്തി, അതുകൊണ്ട് വെള്ളച്ചമ്മന്തി. അങ്ങനെ വെള്ളച്ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ചേച്ചി മക്കൾക്കൊക്കെ കൊടുക്കുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം പിടിയിട്ട്, കുടുംബവും ഗോത്രമൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ്. വീട്ടിൽ മക്കളും ഭർത്താവും എല്ലാവരും ഉള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ആ ഒരു 2 വർഷം മുന്നേ ഈ സംഭവങ്ങളൊക്കെ ഇട്ടു. അടുത്ത് തയ്യൽ മെഷീൻ്റെ പരിപാടിയിൽ ഒരു റിലേറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ പിടിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, കൂട്ടാക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട്. ആ ഒരു സാധനം ചേച്ചി പറയുന്നു. തയ്യൽ മെഷീൻ്റെ അടുത്ത് നിന്നാണ് ഈ കാര്യം പറഞ്ഞിട്ട് ചേച്ചി നേരെ തയ്യൽ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് നോക്കാം. എൻ്റെ ചേട്ടൻ്റെ മോൻ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കളിക്കാനായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്നേനെ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട്. മൂത്ത മോക്ക് ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് കാരണം അത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നമ്മൾ കൂടാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നൊരു കൂട്ട് തരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വന്ന് എന്നോട് കൂടിയാൽ മതി. എന്തായാലും എനിക്ക് ഉറപ്പാണ്, ഞാൻ അങ്ങോട്ട് വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ വന്ന് കൂടുമെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്ന് കൂടുവന്നതിന് ഞാൻ നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനും അവിടെ വന്ന് കൂട്ടി തരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ ആർക്കെങ്കിലും ഞാൻ തരാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ കൂടെ ഇട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അപ്പം തന്നെ വന്നിട്ട് കൂട്ട് തരുന്നതായിരിക്കും. എന്താണ് കൂട്ടെന്ന് പറയുന്നത് വേറെ കറക്കൂട്ടൊന്നുമല്ല. ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഈ സാധനമാണ്. ചേച്ചി അങ്ങനെ വളരെ മാന്യമായ രീതിയിൽ കുക്കിങ്ങും ഫിഷിങ് അല്ല, മീൻ കഴിവലും പിന്നെ ഇങ്ങനെ വീട് വൃത്തിയാക്കലും തയ്യലുമായിട്ടൊക്കെ പരിപാടിയായിട്ടൊക്കെ കാലാകാലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ചേച്ചി ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. അതെല്ലാം വറുത്ത് കോഴി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഞാൻ ചട്ടി ഇറക്കി വെച്ച് ഗ്യാസ് വെച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വേണ്ടേ. ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക്
വർഷങ്ങളായി ചേച്ചി കുക്കിംഗ് ചെയ്തു നോക്കി, പല പരിപാടികളും ചേച്ചി ചെയ്തു നോക്കി, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ചേച്ചി വിചാരിക്കുന്ന അത്രയും റീച്ച് ചേച്ചിക്ക് വരുന്നില്ല. 2 വർഷത്തിന് മേളെ ചേച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പോലെ ചേച്ചിക്ക് പെട്ടെന്നൊരു മോഷൻ തലയിൽ കത്തി. ചേച്ചി അങ്ങനെ തന്നെ പെട്ടെന്ന് അപ്പിടി അപ്പിടി. നമ്മുടെ ലൈവിലേക്ക് വരാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇതിലുണ്ടോ? നമ്മുടെ ലൈവിലേക്ക് വരാൻ ആരെങ്കിലും ഉണ്ടോ? ഹായ് രാധൂട്ട ലൈവ് ഇട്ടില്ലേ ഇന്ന്? റിനൂസ് ഹായ്, ആദിൽ ഹലോ ഹലോ. ചേച്ചിക്കാണെങ്കിൽ സമയമില്ല, ലൈവിൽ കയറണം, ഒരുങ്ങണം, രണ്ടും കൂടി ഒരുമിച്ച് പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി എന്ത് ചെയ്യുന്നു, ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ സ്ക്രീനിൽ നോക്കിയിട്ട് ചേച്ചി നിന്ന് ഒരുങ്ങണം. കൊള്ളാലോ ഞാൻ ലുക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് വലിച്ച് ഒരുങ്ങുന്നുണ്ട്. ഇത് കാണുമ്പോൾ സീരിയസ്ലി ഞാൻ പറയാൻ ചേച്ചി ഒരുപാട് പേര് ചേച്ചി തെറ്റിദ്ധരിക്കും. മനസ്സിലാക്ക്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ഒരുങ്ങണമെങ്കിൽ നേരത്തെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങിയിട്ട് വന്ന് ലൈവ് ഇട്ടാൽ പോരെ. അല്ലാണ്ട് ഇവിടെ ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട് നാട്ടുകാരെ മുമ്പിൽ മൊത്തം നിന്ന് ഞാൻ ഇങ്ങനെ ഓരോന്നാട്ട് പിടിച്ച് അവിടെ ഇവിടെ പിടിച്ച് വലിച്ചിട്ട് മറ്റേ ഞെക്കി നിന്ന് ഒരുങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ ചേച്ചി? ഇതൊക്കെ ഒരുമാതിരി ആൾക്കാർ കാണുന്നവരെന്ത് വിചാരിക്കും? ഞാനൊന്നും വിചാരിച്ചില്ല, കാണുന്നവരെന്ത് വിചാരിക്കും അത് ചേച്ചിക്കൊന്ന് ചിന്തിച്ചൂടെ? അപ്പം എന്താണ് നമ്മളിങ്ങനെയൊക്കെ നിന്ന് കാണിക്കുന്നു, ആൾക്കാർ വരുന്നു, അത് ചിലപ്പോൾ ഹോട്ട് ലുക്ക് കണ്ടിട്ട് വരുന്നു, അവിടെ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഒപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അതെനിക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. ഒന്നുമില്ലെങ്കിൽ ചേച്ചിക്ക് മക്കളുണ്ടെന്ന് ചേച്ചി തന്നെ വീഡിയോസിൽ പലതിലും പറയുന്നുണ്ട്. അവരൊക്കെ ഇതൊക്കെ അല്ലേ കണ്ട് വളർന്നു വരുന്നത്. അവർ സ്കൂളുകളിൽ പോകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് കളിയാക്കലാവും, നിന്റെ അമ്മ അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ വീഡിയോ ലൈവിലൊക്കെ ഒന്ന് യൂട്യൂബിലൊക്കെ ഇടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ മക്കൾ കേൾക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കും ചേച്ചി. ഒരുങ്ങിയിട്ട് വന്നിരുന്ന് ലൈവ് ചെയ്. എന്തായാലും ചേച്ചി ഈ ലൈവിൽ വേറൊരു ലെവൽ സാധനമുണ്ട്, സിംഗ്. ഞാൻ അതങ്ങ് മെർസലായിട്ട് നമുക്ക് നോക്കാം. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് മാസ്റ്റർ കുറച്ച് കൂടുന്നു എന്റെ മുന്നാരെ മാമ്പഴമാകട്ടേന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ മുന്നാരെ മാമ്പഴമാകട്ടേന്ന്. വെള്ളേ 130 ലൈക്ക് ആക്കണം കേട്ടോ. വെള്ളേമേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എന്റെ മുന്നാരെ, എത്ര ഞാൻ വാങ്ങിത്തന്നു. സത്യം പറഞ്ഞാൽ കാണുന്ന ചിരികളാണ്ട് വരുന്നത്. ചിരിക്കണ്ടേ? അമ്മാതിരി സാധനങ്ങളാണ് ഓരോരുത്തർ ചേച്ചിമാർ വന്നിരുന്നു ഇപ്പം ലൈവുകളിൽ ചെയ്യുന്നത്. ചേച്ചി പാടുന്നു, ആടുന്നു, ഉടുക്കുന്നു. ചേച്ചി ഞാനൊരു കാര്യം പറയാം, മെമ്പർഷിപ്പിലോട്ടൊന്നും പോയി വിഴുത് കളയല്ലേ. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനാണ് നാണക്കേട്. പിന്നെ വന്ന് ലൈവ് ഓൺ ചെയ്ത് വച്ചതിന് ശേഷം ഒരുങ്ങാൻ നിൽക്കരുത്. ഒരുങ്ങിയിട്ട് വന്ന് ലൈവിൽ ഇരിക്കുക ചേച്ചി. ഇതൊക്കെ ഒരുമാതിരി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേറെ വല്ലതുമൊക്കെ തോന്നും. എന്നിട്ട് അവരൊന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു, നിങ്ങളുടെ നോട്ടത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ കണ്ടതിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ഗുണമടിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ മാന്യമായിട്ടൊക്കെ ചെയ്യും. ഒരുപാട് മാന്യമായി വീഡിയോസ് ചെയ്യുന്നവരുടെ താഴെയും ഇപ്പം നിങ്ങളോ ഇങ്ങനെ ഒന്നൊക്കെ ഓരോന്നങ്ങും തൊടാതെ കാണിക്കുന്നവർക്കും ഹോട്ട് ലുക്കിലും ഡ്രസ്സിങ്ങൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നവർക്കും വരുന്ന പോലത്തെ കമൻസാണ് മാന്യമായി ഇപ്പോൾ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്കും വരുന്നത്. അങ്ങനെ ഒരുപാട് പരാതികൾ എൻ്റെ അടുത്തും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദയവ് ചെയ്ത് ഇത് വേണ്ട ചേച്ചി, നിർത്ത്, മാന്യമായിട്ട് ചെയ്യും, ഉള്ള പൈസ ഉണ്ടാക്ക്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സൊസൈറ്റിയിൽ പൊതുവെ ഇറങ്ങുമ്പോൾ ആൾക്കാർ കാർക്കിച്ച് തുപ്പും. ഇനിയിപ്പോൾ സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ സ്വന്തം മനസാക്ഷിക്കെങ്കിലും കുറച്ച് ഉളുപ്പ് വേണം. എന്തായാലും ചേച്ചി പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സുരേഷ് അടുത്തത് വന്നേക്കുന്നു. എവിടെ പോകാനാ സുരേഷ? ഞാനാ സുരേഷിന്റെ വീട്ടിലാണോ ഞാൻ ഇരിക്കുന്നത്? സുരേഷിന്റെ ഫോണാണോ എനിക്ക് തന്നേക്കുന്നത്? സുരേഷാണോ എനിക്ക് നെറ്റ് റീചാർജ് ചെയ്ത് തരുന്നത്? സുരേഷിന്റെ കയ്യിൽ ഞാൻ വല്ല മേടിച്ചിട്ടാണോ ലൈവ് ചെയ്യുന്നത്? പിന്നെ എവിടെ പോകാനാ സുരേഷ? ഞാൻ എന്റെ വീട്ടിലാണ് ഇരുന്ന് ലൈവ് ചെയ്യുന്നത് കേട്ടോ. സുരേഷിന്റെ വീട്ടിലോട്ട് വരാം, അപ്പൊ പോകാൻ പറഞ്ഞാൽ മതി കേട്ടോ. പോകാൻ പറയാ പിന്നെ അല്ല കൃഷ്ണകുമാറേ. ഏതോ കൃഷ്ണകുമാർ അണ്ണ ഫുൾ സപ്പോർട്ട്. സുരേഷ് അണ്ണ ഒന്ന് പോകാൻ പറഞ്ഞപ്പം
സുരേഷ് അണ്ണനെ പിടിച്ചിട്ട് കൊടുക്കണം. ഇതാണ് കാലം. മനസ്സിലായല്ലോ? നിങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസിൻ്റെ കുഴപ്പം തന്നെയാണ്, ഒരിക്കലും ഇല്ലെന്നൊന്നും പറയില്ല. നെഗറ്റീവ് കമൻസ് എനിക്കും വരാറുണ്ട്, പക്ഷെ ഒരിക്കലും ഇമാതിരി നെഗറ്റീവ് വരാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന വീഡിയോ അങ്ങനെ, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ. അത് നിങ്ങളായിട്ട് തന്നെയാണ് വരുത്തി വയ്ക്കുന്നത്. പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരുടെ കൂട്ടത്തിലാണെങ്കിൽ കയറിക്കോ, എനിക്കൊന്നും പറയാനില്ല ചേച്ചിയെ. എന്തായാലും ചേച്ചിയുടെ ലൈവിൻ്റെ വൈൻഡപ്പ് നമുക്ക് നോക്കാം. ലൈവ് നിർത്താൻ പോവുകയാണ്. അതെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാ കേട്ടോ. അതെ, ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടോ ലൈക്ക് അടിക്കാൻ? ഇറ്റ്സ് മീ. ലൈവിലേക്ക് വന്നിട്ട് ഈ കുറച്ചുളുപ്പ് ഉണ്ടോ? ഇസ്മിക്ക് കുറച്ചുളുപ്പെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് മീ. ഇത് എന്റെ ലൈവാണ്. ഇറ്റ്സ് മീ. നാളെ ഞാനൊരു 2:30 ആകുമ്പോൾ വരും. നാളെ 2:30 ചേച്ചി വരുന്ന നിൽക്കട്ടെ. ഇസ്മീയുടെ അടുത്ത് ചേച്ചി ചോദ്യം ചോദിച്ചില്ല, കുറച്ച് ഉളുപ്പ്. എനിക്ക് അതേ ചോദ്യം ചേച്ചിയുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചേച്ചി കുറച്ച് ഉളുപ്പ്, ഈ ഉളുപ്പ് എന്താണെന്നെങ്കിലും ചേച്ചിക്ക് അറിയാവോ? എങ്കിൽ ഇങ്ങനെയൊന്നും വന്ന് വീഡിയോ ഇടരുത് ചേച്ചി. ആ സാരി കൊടുത്ത വീഡിയോ തന്നെ നിങ്ങൾ തന്നെ ഒന്നിരുന്ന് കണ്ടു നോക്ക്. ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നാട്ടുകാർ മൊത്തം വന്നിരിക്കും, അതിൻ്റെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ പിടിച്ചു വച്ച് ഒരുങ്ങുന്നത്. ആലോചിക്ക്. റിച്ച് മതി അല്ലേ? പൈസ ഡാ, നമ്മൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു ക്വാളിറ്റി വേണ്ടടാ. എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ. ഇതൊക്കെ എന്തുവാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.